السلام عليكم ورحمة الله تعالى وبركاته. واحفظ لسانك أيها الإنسان لا يلدعنك إنه ثعبان. മഹാനാകുന്ന നമ്മുടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അതിമഹത്താകുന്ന കാവ്യശകലമാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന അവയവങ്ങളിൽ ഏറ്റവും വിനാശകരമാകുന്ന ഒരു അവയവത്തിന്റെ അപകട സാധ്യതകളെ കുറിച്ചാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നമ്മളോട് പഠിപ്പിച്ചു തന്നത്. വളരെ അർത്ഥവത്താകുന്ന വരികളാണ്. നാം പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകൾ, ആ വാക്കുകൾ ഉണ്ടാകുന്ന മുറിപ്പെടുത്തലുകൾ കാരണം പല ബന്ധങ്ങൾക്കും വിള്ളലുകൾ സംഭവിക്കുന്നു, സുഹൃത്തുക്കൾ നഷ്ടമാകുന്നു. ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ നാവിന്റെ ഭവിഷ്യത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങളുടെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, കാരണം അത് സുഅബാൻ, ഒരു പാമ്പിനെ പോലെയാണെന്ന് പറയുന്നു. ആ പാമ്പിന്റെ കടി ലാ യൽദഅന്നക, അതിന്റെ കടി നിങ്ങൾക്ക് കിട്ടാതിരിക്കട്ടെ. കാരണം ആ നാവാകുന്ന അപകടകാരിയാകുന്ന പാമ്പിനോളമുള്ള വിഷമുള്ള ആ നാവിൽ നിന്ന് വിഷലിപ്തമാകുന്ന വാക്കുകൾ കാരണം കാലങ്ങളോളം ദുഃഖിക്കേണ്ട അവസ്ഥകളിലേക്ക് നമ്മൾ പോകുമെന്നാണ് വരികൾ പറഞ്ഞു വെക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാവിനെ സൂക്ഷിക്കാനുള്ള തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.